എൻ ശ്രീകുമാർ, യഥാർത്ഥത്തിൽ നഷ്ടപ്പെട്ടത് അത് ചെമ്പാണ് എന്നുള്ളത്. പക്ഷേ അതിലേക്കല്ലല്ലോ ശ്രദ്ധ പോകേണ്ടത്. സ്വകാര്യ പൂജ നടത്തത്തക്ക രീതിയിൽ ഈ പാളികൾ ചെന്നൈയിലെത്തിച്ച് പൂജിക്കുക, അതേപോലെ യഥാർത്ഥത്തിൽ വിജയമല്യ കൊടുത്ത പാളികൾ പോലും അവിടെ നിന്ന് ഇളക്കി മാറ്റി മറ്റേതെങ്കിലും ആവശ്യത്തിന് എവിടെയെങ്കിലും കൊണ്ട് വെച്ചിട്ടുണ്ടോ? ഇത്തരം കാര്യങ്ങൾക്ക് വളരെ ഗൗരവമേറിയ വിഷയങ്ങളല്ലേ? അങ്ങനെയാണെങ്കിൽ വലിയൊരു തട്ടിപ്പ് ഇതിന് പിന്നിലുണ്ട്, വലിയൊരു റാക്കറ്റ് ഇതിന് പിന്നിലുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അത് വിശ്വാസ സംരക്ഷണവും ആചാര സംരക്ഷണവും ഒക്കെയായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ്, കേവലം സ്വർണ്ണത്തട്ടിപ്പ് മാത്രമല്ല. നോക്കൂ ഡോക്ടർ അരുൺ, നമ്മൾ കുറേ ദിവസമായിട്ട് ഈ വിഷയം ചർച്ച ചെയ്യുകയാണ്. ഓരോരുത്തരും ഓരോ നിഗമനങ്ങളിലെത്തുകയാണ്. ചിലർ വിശ്വാസത്തെക്കുറിച്ച് പറയും, ചില അമിതമായ വിശ്വാസത്തെക്കുറിച്ച് പറയും, അങ്ങനെ ഓരോ രീതിയിൽ സംസാരിക്കും. പക്ഷേ ഇതിൻ്റെ അടിസ്ഥാനപരമായ കാര്യം എന്താ? അവിടുത്തെ സ്വർണം കാണാനില്ല, അതൊരു ക്രിമിനൽ കുറ്റമാണ്. ആ ക്രിമിനൽ കുറ്റത്തെക്കുറിച്ച് അന്വേഷിക്കേണ്ട ഗവൺമെൻറ്റാണ്. കോടതി പറഞ്ഞു ഒരു ജസ്റ്റിസിനെ വെച്ച് അന്വേഷിക്കാൻ പറഞ്ഞു. പക്ഷേ നോക്കൂ ഡോക്ടർ അരുൺ, നമ്മളെല്ലാവരും ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നില്ലേ നമ്മുടെ മുഖ്യമന്ത്രി എന്താ ഈ കാര്യത്തെക്കുറിച്ച് മിണ്ടാത്തതെന്ന്? ഇത്രയും ഗൗരവകരമായൊരു വിഷയമല്ലേ? തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഫണ്ട് പൂർണ്ണമായും ഏതാണ്ടെന്ന് പറയാവുന്ന രീതിയിൽ കൊടുക്കുന്ന ഒരു ക്ഷേത്രമല്ലേ ശബരിമല? എന്താണ് അദ്ദേഹത്തിനൊന്നും പറയാനില്ലേ? രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ മറുപടിയിലാണ് ജനത്തിന് വിശ്വാസം. വേറെ ആരെന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. നമ്മളിവിടെ നിന്ന് ചർച്ച ചെയ്തിട്ട് ഏത് ശില്പിയാണെങ്കിലും ആരായാലും അല്ലെങ്കിൽ വിശ്വാസിയാണെങ്കിലും അവിശ്വാസിയാണെങ്കിലും ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടൊന്നും ജനത്തിന് വിശ്വാസം വരില്ല. രാഷ്ട്രീയ നേതൃത്വവും ഭരണ നേതൃത്വവും ഉത്തരം പറയണം. ഇത് ഗോവിന്ദ മാഷ് പറയുന്നത് നമുക്ക് തിരക്കില്ലല്ലോ, അന്വേഷണം പതുക്കെ നടക്കട്ടെന്നാണ്. തിരക്കുണ്ട്. കാരണം ഇവിടെ 4.5 കിലോ ഇന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞ കേട്ടു, 4.5 കിലോ സ്വർണ്ണം എന്നൊക്കെ ഓരോരുത്തർ വിളിച്ചു പറയുന്നുണ്ട്. 4.5 കിലോ എന്നല്ല, 1 ഗ്രാം സ്വർണ്ണം പോലും പോകാൻ പാടില്ല. 1 ഗ്രാം സ്വർണ്ണം പോലും അവിടുന്ന് പോകാൻ പാടില്ല. അതൊക്കെ കാരണം നമുക്ക് ആർക്കും ഇതിനെ പറ്റി അറിവില്ലെന്നേ. ഇപ്പം ചെമ്പാണ് കൊണ്ടുപോയതെന്നും സ്വർണം കൊണ്ടുപോയ ആളെ ഈ പറയെടുപ്പ് പോലെ എല്ലാ വീടുകളിലും കൊണ്ട് കാണിച്ചെന്നൊക്കെ പറയുന്നുണ്ട്. എവിടെയാണ് ഇതൊക്കെ അറിയണത്? ഇതിൻ്റെ പ്രതിസ്ഥാനത്തല്ല ഇതിനെ ആരോപണ വിധേയനായ വിവാദ പുരുഷൻ പറയുന്ന എല്ലാം കോടതി പറഞ്ഞോളാന്നാണ്. ഇവിടെ നമ്മുടെ ഇൻ്റലിജൻസ് സംവിധാനമില്ല. ഇത്രയും കാലം ഇൻ്റലിജൻസ് സംവിധാനത്തിന് ഇതൊന്നും കണ്ടെത്താൻ പറ്റിയില്ലേ? ശബരിമലത്തെ വിഷയങ്ങളൊന്നും, ഈ അവതാരങ്ങളെന്നൊക്കെ മുഖ്യമന്ത്രി പരിഹസിച്ചവരൊക്കെ ഇങ്ങനെ നിരന്തരം വന്നു പോകുന്നതൊന്നും ഇവർക്ക് മനസ്സിലായിട്ടില്ലേ? ഇതൊക്കെ ആരോടെ സംസാരിക്കുന്നത്? ഇവിടെ എൽ ഡി എഫ് ഉണ്ടല്ലോ, എൽ ഡി എഫ് നേതൃത്വമില്ലേ, അവരൊരു യോഗം ചേർന്ന് ഈ വിഷയം ചർച്ച ചെയ്യാൻ. അതിലത്തെ ഘടകകക്ഷിയില്ല, അവർക്ക് അഭിപ്രായമില്ലേ? ഇത് ദിവസം എങ്ങനെ നമ്മളെ ഇരുട്ടിൽ നിർത്തുക? നമ്മൾ ഓരോ ദിവസം ഇങ്ങനെ ചർച്ച ചെയ്യുക, ഓരോരുത്തരെ അവരുടെ വൈദഗ്ധ്യം അനുസരിച്ച് ഓരോന്നും വിളിച്ചു പറയുക, എന്നിട്ട് ഓരോരുത്തരെ നമ്മൾ സംശയം വരിക നിർത്തുക. ഇവിടെ BJP ഹരിദാസ് വളരെ പൊട്ടിത്തെറിക്കുന്നത് കണ്ടു. ഹരിദാസിൻ്റെ പാർട്ടി എന്താ കാര്യമായിട്ടൊന്നും മിണ്ടുന്നില്ലല്ലോ, അതെന്ത് പറ്റി? സാധാരണ ഇതിൽ ഇങ്ങനെ അല്ലല്ലോ വരേണ്ടത്. അവിടെ ശബരിമലയിലത്തെ സ്ത്രീ പ്രവേശം നടന്നപ്പോൾ ആചാര ലംഘനമായിരുന്നല്ലോ, അത് ഇതൊരു ആചാര ലംഘനമാണല്ലോ. എന്നിട്ടെന്താ BJPക്ക് വലിയ കാര്യമായുള്ള പ്രതിഷേധമൊന്നും നമ്മൾ കാണുന്നില്ലല്ലോ. ഇത് ക്രിമിനൽ കുറ്റമാണെന്ന് പ്രതിപക്ഷവും BD സതീശനും പ്രതിപക്ഷ നേതാവും പറഞ്ഞിട്ടുണ്ട്. ആ ക്രിമിനൽ കുറ്റമായി കണ്ടത് കേസെടുത്ത് അന്വേഷിച്ച് നടക്കേണ്ടതാണ്. ഇവിടെ ക്രൈംബ്രാഞ്ചോ അല്ലെങ്കിൽ ഇൻ്റലിജൻസ് സംവിധാനമോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സംവിധാനം അന്വേഷിച്ചാൽ ശരിയാകില്ല എന്ന് പറയാൻ കാരണം അതെല്ലാം ഗവൺമെൻറ് സംവിധാനമാണ്. അതുകൊണ്ട് ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരും അതുപോലെ ഉൾപ്പെട്ടിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോടൊക്കെയുള്ള ഇവരുടെ സമീപനത്തിൽ വ്യത്യാസം വരും. അതുകൊണ്ട് CBI അന്വേഷിക്കണമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവരെ തെറ്റു പറയാൻ പറ്റില്ല. CBI വരുമോ വരില്ല എന്നൊക്കെ വേറെ വിഷയം. പക്ഷേ നമുക്ക് ആദ്യമായിട്ടൊരു ഉത്തരം കിട്ടുന്നത് ഭരണ നേതൃത്വത്തിൻ്റെ രാഷ്ട്രീയ നേതാക്കളിൽ നിന്നാണ്, അത് മുഖ്യമന്ത്രിയിൽ നിന്നാണ്. ഡോക്ടർ അരുൺ ഇതുവരെ തോന്നിയിട്ടില്ല മുഖ്യമന്ത്രി എന്താ പ്രതികരിക്കാത്തതെന്ന്? കാരണം ഇത്ര ദിവസമായി ഈ വിഷയം നടക്കണ്ടോ? അത് സത്യം പറഞ്ഞാൽ ഇത് ശബരിമല വിഷയം വിശ്വാസികളുടെ മാത്രം വിഷയമല്ലത്. കാരണം നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കൂ, ശബരിമല വിഷയത്തിലാണല്ലോ ഇവിടെ ഇപ്പോൾ എന്തായാലും ഒരു വലിയ രാഷ്ട്രീയ ചർച്ച നടന്നത്. ഈ സമുദായ സംഘടനകളൊക്കെ വിളിച്ചിരുത്തിക്കൊണ്ട് ആ സമുദായ സംഘടനകളെ ബോധ്യപ്പെടുത്തേണ്ടേ അവർ ചോദിച്ചില്ല എന്നുള്ള വേറെ കാര്യം. പക്ഷേ അവരെ ഇവർ ബോധ്യപ്പെടുത്തേണ്ടേ ഇന്ന വിഷയങ്ങളുണ്ടെന്നുള്ളത്. ശബരിമല ക്ഷേത്രത്തിലെ വരുമാനമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ 1000-ലധികം ക്ഷേത്രത്തിൽ കൊടുക്കുന്നത്. ശബരിമലയ്ക്ക് മാത്രമായിട്ടൊരു ദേവസ്വം ഉണ്ടാക്കിക്കണമെന്ന് ഒരുപാട് കാലത്തെ ആവശ്യമാണ്. ഗുരുവായൂർ ദേവസ്വം പോലെ ശബരിമല ദേവസ്വം. കാരണം ശബരിമലയിൽ വരുന്ന നടവരവ് അവിടെ തന്നെ ചിലവാക്കണം. ഇവിടെ ഇപ്പം എത്ര നടവരവ് കിട്ടി, എത്ര ബാങ്കിലുണ്ട്? ഈ സീസൺ കാലത്ത് അവിടെ ഇലക്ട്രിസിറ്റി ബോർഡിന് എത്ര രൂപ കൊടുത്തു, അവിടെ സുരക്ഷ ഒരുക്കുന്ന പോലീസിന് എത്ര രൂപ കൊടുത്തു, ഇതൊക്കെ ജനത്തിനും അറിയണ്ടേ? ഇതിനൊക്കെ കണക്ക് വേണം. അപ്പോൾ ഇതെല്ലാം ജനത്തിന് അറിയാം. അപ്പോൾ നമ്മൾ ഈ സ്വർണ്ണത്തെ മാത്രം നിൽക്കുകയാണ്. അവിടെ എത്ര നടവരവ് കിട്ടിയെന്നുള്ളതും എത്ര ബാങ്ക് ബാലൻസ് ഉണ്ടെന്നുള്ളതും ഇലക്ട്രിസിറ്റി ബോർഡിനും പോലീസിനും ഒക്കെ എത്ര കൊടുത്തു എന്നുള്ളതൊക്കെ നമുക്ക് അറിയേണ്ടതാണ്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ വരുമ്പോൾ ഇതിന് വ്യക്തമായ ഒരു കാര്യം പറയാൻ നമുക്ക് കഴിയുന്നത് മുഖ്യമന്ത്രിക്കാണ്. മുഖ്യമന്ത്രി മിണ്ടുന്നില്ല, ഇതിങ്ങനെ നടക്കട്ടെ എന്നാണോ? ഓരോരുത്തരും അവരവരുടെ ഇതനുസരിച്ച് പറയുകയാണ്. ഇവിടെ ദ്വാരപാലകന്മാരെ കുറിച്ചോ അല്ലെങ്കിൽ അതിനെ പൊതിഞ്ഞ പാളിയെക്കുറിച്ചൊന്നും അല്ലല്ലോ വിഷയം. അവിടുന്ന് സ്വർണം പോയി, അല്ലെങ്കിൽ അവിടുന്ന് സ്വർണം പോയി എന്നുള്ള സംശയം വന്നു, പോയോന്ന് നമുക്കറിയില്ല. ഇനി അത് മാത്രമല്ല, അവിടെ വിജയം മല്യ ഇപ്പോൾ ഇവർ കയറി പിടിച്ചിരിക്കുക. വിജയം മല്യ ഈ സ്വർണ്ണം പൂശിക്കൊടുത്ത ഇടതുമുന്നണി ഗവൺമെൻറ് കാലത്താണ്, CPM മന്ത്രി ഭരിക്കുന്ന കാലത്താണ്. അന്നത് സ്വാഗതപൂർവ്വം സ്വീകരിച്ചു. എന്നിട്ട് ഇന്ന് പറയാം അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ച്, അത് അന്ന് തോന്നിയില്ലേ?
ഇനി അത് മാത്രമല്ല, ഇന്നിപ്പോൾ ഒരാളിലേക്ക് അങ്ങോട്ട് ഇടുക, ഒരു വിവാദ പുരുഷൻ്റെ മേലേക്ക് അങ്ങോട്ട് ഇടുക. അദ്ദേഹം തെറ്റ് ചെയ്തോ ശരിയാണോ എന്നുള്ളത് നമുക്കറിയില്ല. അത് പോലീസോ കോടതിയോ അല്ലെങ്കിൽ ഇതിൻ്റെ ഭരണനേതൃത്വം വഹിക്കുന്നവരോ പറയണം. ഇവരാരും പറഞ്ഞിട്ടില്ല. ഇന്ന് CPM സംസ്ഥാന സെക്രട്ടറി പോലും പൊതിഞ്ഞുകൊണ്ടാണ് സംസാരിച്ചത്. അദ്ദേഹം പറഞ്ഞ ഏത് അന്വേഷണം നേരിടാം, CBI വേണമെന്ന് ചോദിച്ചപ്പം അദ്ദേഹത്തിന് അത് കൃത്യമായ ഉത്തരം അദ്ദേഹം കൊടുത്തുമില്ല. അപ്പോൾ ഇതൊക്കെ നമുക്ക് മനസ്സിലാകാത്ത കാര്യം. നമ്മുടെ മുഖ്യമന്ത്രി എന്താ മിണ്ടാത്തത്? ഇത് ചോദിച്ചാൽ പറയാം കോൺഗ്രസ്സുകാർ എന്തോ മുഖ്യമന്ത്രിക്ക് വേണ്ടി മുഖ്യമന്ത്രി എന്താ മിണ്ടാത്ത ചോദിക്കും. മുഖ്യമന്ത്രി ഇതിനു മുമ്പുള്ള ഇവിടെ ഭരിച്ചിട്ടുള്ള മുഖ്യമന്ത്രിമാരെ ഇതിൽ ചെറിയ ചെറിയ കേസുകൾ വരുമ്പോൾ കൃത്യമായിട്ട് ഉത്തരം ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ജനങ്ങൾക്ക് വിശ്വാസമാവും. നമ്മുടെ മുഖ്യമന്ത്രി നാളെ പറയാണ് ഇന്നതാണ് ശബരിമലത്തെ സംഭവം എന്ന് പറഞ്ഞാൽ സംശയം തീരും. ഇതിപ്പോൾ എന്താ വെച്ചാൽ നമ്മുടെ സംശയങ്ങളൊക്കെ നമ്മൾ സ്വയം ഉണ്ടാക്കിയെടുക്കുക നിഗമനങ്ങൾ. ഇപ്പം ഇതിൽ ജയറാമിൻ്റെ വീട്ടിലേക്ക് വാതിൽ കൊണ്ടുവന്നിട്ടുണ്ടാകാം, അല്ലെങ്കിൽ പാളി കൊണ്ടുവന്നിട്ടുണ്ടാകാം, അദ്ദേഹം പ്രാർത്ഥിച്ചിട്ടുണ്ടാകാം. ഇവിടെ മിസ്റ്റർ പണിക്കര് പറഞ്ഞൊരു വലിയ ഗൗരവമുള്ള കാര്യമുണ്ട്. ചിലപ്പോൾ ഇതൊക്കെ എവിടെയെങ്കിലും കാണും, അത് കണ്ടെത്തിയാൽ മതി എന്ന് അദ്ദേഹം പറഞ്ഞു. കാരണം ഇത് പൂശാൻ കൊണ്ടുവന്നത്, ഇത് നന്നാക്കാൻ കൊണ്ടുവന്നത് ഒറിജിനൽ ചെമ്പാണെന്ന കമ്പനി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് എവിടെയെങ്കിലും കാണുമെന്ന് വിചാരിക്കാം, ഇല്ലെങ്കിൽ ഉരുക്കിയെന്ന് വിചാരിക്കാം. ഇതൊക്കെ നമ്മുടെ നിഗമനങ്ങളല്ലേ ഡോക്ടർ അരുണേ? നമ്മൾ എത്ര ദിവസം ഈ കാര്യം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇവിടെ ഒരു ഭരണാധികാരി ഇല്ലേ? ഇവിടെ മുന്നണി സർക്കാരില്ലേ? അഭിപ്രായമില്ലേ? പക്ഷേ അവർ എന്തെങ്കിലും തീർപ്പ് പറയാവുന്ന സാഹചര്യത്തിലേക്ക് എത്തിയിട്ടില്ല. KT ശങ്കരന്റെ നേതൃത്വത്തിൽ അന്വേഷണം നടക്കുകയാണ്. അതിനിടയിൽ മുഖ്യമന്ത്രിയുടെ അഭിപ്രായം പറയുന്നത് ശരിയാണോ ശ്രീകുമാർ? അപ്പൊ പിന്നെ ഇവരൊക്കെ പറയുന്നതോ? ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്ന് പറഞ്ഞ എന്താ? അല്ല, അങ്ങനെ നടക്കട്ടെ എന്ന് പറയാൻ ആർക്കും പറ്റുമല്ലോ. സാധാരണ ഇതിൽ നമ്മുടെ എന്താ ദേവസ്വം മന്ത്രി പറഞ്ഞല്ലോ, അദ്ദേഹത്തിന് കോടതി ബാധകമല്ലേ? ദേവസ്വം മന്ത്രി 2-3 ദിവസത്തെ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ അതിൽ കൃത്യത വരുന്നില്ല. സമഗ്രമായ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെടുകയാണ്. അല്ലല്ലോ, കോടതിയാ പറഞ്ഞത് 1999 ദേവസ്വം പ്രസിഡന്റ് സമഗ്രമായ അന്വേഷണം വേണമെന്ന് വീണ്ടും അങ്ങോട്ട് ദേവസ്വം ബോർഡ് ആവശ്യപ്പെടാൻ പോവുകയാണെന്നാണ് പറഞ്ഞത്. അല്ല, അത് എന്താ അർത്ഥമുള്ളതല്ലേ? അവർ അന്വേഷിക്കാൻ പറഞ്ഞിട്ട് പിന്നെ ആവശ്യപ്പെട്ടിട്ട് എന്താ കാര്യം? ഞാൻ പറഞ്ഞ ഡോക്ടർ അരുണെ, ദേവസ്വം മന്ത്രിക്ക് ഇതിൽ കോടതിയെ ഒന്നും ആരും ലംഘിക്കേണ്ട. കോടതിയെ നമുക്ക് വിശ്വാസമുണ്ട്, കോടതിയുടെ നടപടിയെ ലംഘിക്കേണ്ട. അപ്പോൾ ദേവസ്വം മന്ത്രിക്ക് കോടതിയുടെ അഭിപ്രായങ്ങൾ ഇരിക്കുമ്പോൾ തന്നെ അന്വേഷണം പ്രഖ്യാപിച്ച ആ സാഹചര്യം ഇരിക്കെ തന്നെ ദേവസ്വം മന്ത്രി അഭിപ്രായം പറയുന്നുണ്ടല്ലോ. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇന്ന് എന്താ പറഞ്ഞത്? ഈ 4 കിലോ സ്വർണ്ണമെന്ന് പൊലിപ്പിച്ച് കാണിക്കുന്നു, 1/2 കിലോ പോലും ഇല്ല എന്ന് അദ്ദേഹം പറഞ്ഞ എന്താ അടിസ്ഥാനത്തിലാണ്? 4 കിലോ സ്വർണ്ണം അടിസ്ഥാനത്തിലാണ് വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. 5 മാഹസറിന്റെയും ഡീറ്റെയിൽസ് പുറത്തു വന്നിട്ടുണ്ട്. അല്ല ഡോക്ടർ അരുണെ, ഞാൻ പറയുന്നത് ഡോക്ടർ അരുൺ മനസ്സിലായി കാണും. ഡോക്ടർ അരുൺ ഒരു കാര്യം ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ എന്തെങ്കിലും പ്രതികരിക്കണമെന്ന് ഡോക്ടർ അരുണ് തോന്നുന്നുണ്ടോ? അല്ല, തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷേ ആധികാരികമായി പറയാൻ മുഖ്യമന്ത്രിക്ക് കഴിയില്ലല്ലോ എന്നുള്ളതാണ് എന്റെ സംശയം. കാരണം അന്വേഷണം നടക്കുന്ന പശ്ചാത്തലത്തിൽ അന്വേഷണത്തിന് ശേഷമല്ലേ മുഖ്യമന്ത്രിക്ക് പറയാൻ പറ്റൂ. ഇതൊരു ക്രിമിനൽ കുറ്റമാണെന്നും ഇതിൽ ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കുന്നത് വരെ എന്താ അടിസ്ഥാനത്തിലെ ഇവർ പറഞ്ഞ ക്രൈംബ്രാഞ്ച് വേണമെങ്കിൽ വിജിലൻസിനെ തന്നെ ഏൽപ്പിച്ചു എന്നുള്ളതാണ് നമ്മുടെ ആശങ്ക. Debate with Dr. Arun Kumar.